ഹായ് ദിസ് ഇസ് DTH ദിയേഷൻ തോമസ് ഹെക്ടർ. ഞാൻ 12 വർഷമായിട്ട് ഒരു ജേർണലിസ്റ്റാണ്. ഞാൻ ഈയിടയ്ക്കാണ് യൂട്യൂബിലേക്ക് ഇറങ്ങിയത്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത്. നേര് എന്ന സിനിമയിൽ തുടങ്ങി തങ്കലാൻ വരെ എത്തി നിൽക്കുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ വീഡിയോ എൻ്റെ 100ാമത്തെ വീഡിയോ ആണ്. ഷോർട്സും ലോങ് വീഡിയോസും ചേർത്ത് മൂവി റിവ്യൂ അല്ലാത്ത എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. എൻ്റെ കൂടെ ഇതുവരെ നിന്ന് എല്ലാവർക്കും നന്ദി. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എനിക്കുള്ളൂ, 150 പേര് എനിക്കുള്ളൂ. പക്ഷേ അത് ഞാൻ ചെറിഷ് ചെയ്യുന്ന ഒന്നാണ്. ഒരു ലൈക്കെങ്കിൽ ഒരു ലൈക്ക്, ഒരു കമൻറ്റെങ്കിൽ ഒരു കമൻറ്റ്. നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നതിൽ സന്തോഷമുണ്ട്. ഞാനത് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് എടുക്കുന്നില്ല. 150 ആയാലും 200 ആണെങ്കിലും ഇനി 10 പേരാണെങ്കിലും ഒരു 5 പേരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കതിൽ കുറച്ചെങ്കിലും വാല്യൂ ഉള്ളതായി തോന്നുന്നുണ്ട് എങ്കിൽ എനിക്ക് അതിയായ ആറ്റിറ്റ്യൂഡുണ്ട് നിങ്ങളോട് എല്ലാവരോടും. താങ്ക് യു വെരി മച്ച്. അത് മാത്രമല്ല, ഇന്നത്തെ ദിവസം സ്റ്റേറ്റ് ഫിലിം അവാർഡ്സും നാഷണൽ ഫിലിം അവാർഡ്സും രണ്ടും ഒരുമിച്ച് പ്രഖ്യാപിച്ച ദിവസമാണ്. ഞാൻ തങ്കലാൻ കണ്ടിട്ട് പടം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ ന്യൂസ് അറിയുന്നത്. വളരെ വളരെ സന്തോഷമുണ്ട്. ആട്ടം, കാതൽ, ഇവ രണ്ടും എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ട പടങ്ങളാണ്. ആട്ടം കണ്ട് ഞാൻ ഞെട്ടിയതാണ്. ആട്ടം കണ്ടിട്ട് അടുത്ത ദിവസം ഞാൻ വീണ്ടും കാണാൻ പോയി. ഉഗ്രൻ സ്ക്രിപ്റ്റ്, ഇതിനേക്കാൾ ബെറ്റർ സ്ക്രിപ്റ്റിംഗ് ഉള്ള പടങ്ങൾ വളരെ വളരെ കുറവായിരിക്കും ലോകത്ത് തന്നെ. ഓക്കെ, 12 ആംഗ്രി മെൻ്റെ ഇൻസ്പിറേഷൻ ആയിരിക്കാം, എങ്കിലും ഫിലിം ഇൻ ഇറ്റ് സെൽഫ് ആയിട്ട് നോക്കുമ്പോൾ പോലും അത് ഗംഭീര സിനിമ. ആനന്ദേകർഷി ടേക്ക് എ ബൗ. അതേ കണക്ക് തന്നെ ജിയോ ബേബിയുടെ കാതൽ. ഞാൻ കാതൽ കാണുമ്പോൾ ഞാൻ മൂവി റിവ്യൂസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന് 5 സ്റ്റാർസ് കൊടുത്തേനെ. ഒരു ബ്രില്യൻ്റ് എക്സ്പീരിയൻസ്, ഒരു മെഡിറ്റേറ്റീവ് അനുഭവം. 2 വട്ടം കണ്ടപ്പോഴും തിയേറ്ററിൽ പോയി കണ്ടപ്പോഴും എനിക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ട, ഒരുപോലെ എന്നെ ഇമോഷണലാക്കിയ കാതൽ. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടം 2011 മുതലുള്ള മലയാള സിനിമയുടെ ഒരു കാലഘട്ടം, ഇതിലൂടെ കടന്നു പോകാനും ഒട്ടേറെ അനവധി നൂറുകണക്കിന് ആയിരക്കണക്കിന് പടങ്ങൾ ഇറങ്ങുന്ന ഇൻഡസ്ട്രിയിൽ അതിൽ മിക്കതും കാണാൻ ഭാഗ്യമുണ്ടായതും നല്ലൊരു കാലഘട്ടവും എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാതൽ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഉള്ളൊഴുക്കാണ്. ഞാൻ മൂവി റിവ്യൂസ് തുടങ്ങിയ ശേഷമാണ് ആട്ടവും ഉള്ളൊഴുക്കവും കാണുന്നത്. ഉള്ളൊഴുക്കിനും ഞാൻ 5 സ്റ്റാർസ് കൊടുത്തിരുന്നു. ഉള്ളൊഴുക്കും ഇനി വരുന്ന വർഷങ്ങളിൽ ഒരുപാട് അവൾ വാരിക്കൂട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾറെഡി ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ പടമാണത്. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്കും എസ്പെഷ്യലി മലയാള ഫിലിം ഇൻഡസ്ട്രിക്കും എൻ്റെ ഒരുപാട് നന്ദി ഈ പടങ്ങളൊക്കെ നമ്മളെ കാണിക്കുന്നത്. ഗ്രേറ്റ്ഫുൾ ആണ്, ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡുണ്ട്. താങ്ക് യു സോ മച്ച് for all the creators, for all the directors. Thank you.